സൗന്ദര്യം മാത്രം നോക്കി ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് പെയിന്റ് നോക്കി വീട് വാങ്ങുന്നത് പോലെയാണ്. നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കരുത്. ഒരുപക്ഷെ നമ്മളെക്കാൾ ജീവിതത്തിന് ഭംഗിയും സുഖവും അവർക്കുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭംഗി കുറഞ്ഞു തുടങ്ങും. എപ്പോഴും ഉള്ളത് കുറച്ച് ആണെങ്കിലും ആത്മാർത്ഥമായി ജീവിക്കണം. നമ്മുടെ പരാതികളും പരിഭവങ്ങളും നമ്മൾ മാത്രം കണ്ടാൽ പോരെ. വിലയറിയാതെ നഷ്ടപ്പെടുന്ന പലതും വിലയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവ നഷ്ടപ്പെട്ട ശേഷമായിരിക്കും. ഒരാളെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്. അതിനു മാത്രം നമ്മൾ പരിശുദ്ധരല്ല. ഒഴിവാക്കാൻ നിങ്ങൾ കാണിക്കുന്ന അവഗണനയേക്കാൾ എത്രയോ നല്ലതാണ് ഒഴിഞ്ഞു തരണമെന്നൊരു വാക്ക്. ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും. ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെ പറ്റി എല്ലാവരോടും പറയും. എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിൽ ഉണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ടങ്ങ് നടന്നേക്കണം. നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രം ഉള്ളതാണ്. ആ സങ്കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ തന്നെ അവസാനിക്കണം. അഭിനയിക്കാതെ ജീവിക്കുക, ആശ്രയിക്കാതെ സ്നേഹിക്കുക, അപമാനിക്കാതെ സംസാരിക്കുക, പ്രതിരോധിക്കാതെ കേൾക്കുക. കൂടെ കൂട്ടാൻ മനസ്സില്ലാത്തവരുടെ കൂട്ട് കൊതിക്കരുത്. അത് കൂട്ടുകാരായാലും കുടുംബക്കാരായാലും. ആർക്കും കൊടുക്കാത്തൊരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്തൊരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നതെന്ന് ഓർത്തു വെക്കേണ്ടത് നല്ലതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നതിനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. തെറ്റായ വഴിയിൽ ഓടുന്നതിനേക്കാൾ ശരിയായ പാതയിലൂടെ മെല്ലെ നടക്കുന്നതാണ് നല്ലത്. ഒരു സ്ത്രീയെയും ഒരു പരിധി വിട്ട് സ്നേഹിക്കരുത്. കാരണം അവരുടെ ചെറിയൊരു പെരുമാറ്റം പോലും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ വിജയത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളിലല്ല, മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ്. നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക. നിങ്ങൾ ഇന്ന് മരിക്കുന്നത് പോലെ ജീവിക്കുക. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സ് നന്നാകും. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് പറയാൻ പോകുന്നത് ശരിയാണോ, ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ സ്വയം ചോദിക്കുക. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ മലിനമായാൽ സമുദ്രം മുഴുവൻ മലിനമാകില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. ദേഷ്യപ്പെടാതെ കോപിച്ചവനെ കീഴടക്കുക. ദുഷ്ടനെ നന്മയാൽ കീഴടക്കുക. പിശുക്കനെ ഔദാര്യം കൊണ്ട്, കള്ളം പറയുന്നവനെ സത്യം പറഞ്ഞും ജയിക്കുക. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളിൽ ഓരോ ശരികളുമുണ്ട്. മറ്റാർക്കും മനസ്സിലാക്കാനാവാത്ത അവരുടേതായ ശരികൾ. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടെ മാത്രമാണ്. ഒന്നുമല്ലെന്ന് തോന്നുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിവർന്നു നിന്ന് ചോദിക്കുക, ഇതുവരെ എത്തിയത് എല്ലാം ഉണ്ടായിരുന്നിട്ട് ആണോ എന്ന്. സ്വപ്നങ്ങൾ വേണം, ലക്ഷ്യങ്ങൾ വേണം, അടിയുറച്ച വിശ്വാസവും കൂടെയുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ പോരാളി. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക. അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ലക്ഷ്യം വളരെ ഉയരത്തിലായതുകൊണ്ട് അതിൽ എത്തിപ്പെടാൻ സാധിക്കാത്തതല്ല. ലക്ഷ്യം ചെറുതായതുകൊണ്ട് നാം അതിൽ എത്തിപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം.